കേരളം കൈവരിച്ച ഡിജിറ്റൽ സാക്ഷരതയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. കേരളത്തിന്റെ വികസന മാതൃകയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. രാജ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഏറെ നാളത്തെ ശ്രമഫലമായി 85 കുടുംബങ്ങളെ കണ്ടെത്തി അതിൽ ഡിജിറ്റൽ സാക്ഷരരല്ലാത്തവരെ തെരഞ്ഞെടുത്ത് പരിശീലനം നൽകിയാണ് ഈ നേട്ടം കൈവരിച്ചത്. പ്രത്യേകമായി മോഡ്യൂളുകൾ തയ്യാറാക്കി വോളണ്ടിയർമാർ വഴിയാണ് പരിശീലനം നൽകിയത്. 14 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവരെ പരിശീലിപ്പിക്കാനായിരുന്നു ഉദ്ദേശമെങ്കിലും 90 വയസ്സിന് മുകളിലുള്ളവർ പോലും സാക്ഷരത നേടി. സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗം മുതലുള്ള എല്ലാ ഡിജിറ്റൽ സേവനങ്ങളും ആളുകളെ പഠിപ്പിച്ചു. പഴയ തലമുറയെ പരിശീലിപ്പിക്കുന്നതിൽ പുതിയ തലമുറയുടെ പങ്കും വലുതായിരുന്നു. കേരളത്തിൻ്റെ വികസന മാതൃകയുടെ ഉദാഹരണമാണ് ഈ നേട്ടമെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. ഇപ്പോൾ ഇൻക്ലൂസീവായ ഉൾച്ചേർക്കുന്ന കേരള വികസന മാതൃകയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഡിജിറ്റൽ കേരളം എന്നത്. ഇന്ന് ലോകമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ ഡിവൈഡിനെ കുറിച്ചാണ്. ഇൻകം ഇൻഇക്വാളിറ്റി, വരുമാനത്തിൽ അസമത്വം, സാമ്പത്തികമായ അസമത്വം, അതുപോലെയോ അതിനേക്കാൾ പ്രധാനപ്പെട്ടതോ ആയിട്ടാണ് ഇന്ന് ഡിജിറ്റൽ ഡിവൈഡിനെ, ഡിജിറ്റൽ അന്തരത്തെ കാണുന്നത്. ആ ഡിജിറ്റൽ ഡിവൈഡിനെ അഭിസംബോധന ചെയ്യാനുള്ള വളരെ ധീരമായ ഫലപ്രദമായ ഒരു ശ്രമമാണ് കേരളം നടത്തിയിട്ടുള്ളത്. 2021 രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഗ്രാമപഞ്ചായത്ത് എന്ന നേട്ടം തിരുവനന്തപുരം പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് സ്വന്തമാക്കിയിരുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന പ്രഖ്യാപന ചടങ്ങിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, ജി.ആർ. അനിൽ, കെ കൃഷ്ണൻകുട്ടി, എം.പിമാരായ ജോൺ ബ്രിട്ടാസ്, എ റഹീം തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.